ഉത്രാടപ്പാച്ചിലൊക്കെ ഏതുവരെ എത്തി? നാളെ തിരുവോണമാണ്. എങ്ങനെയാണ് അവിടുത്തെ ആളുകൾ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്? ഐശ്വര്യ, ഉത്രാടപ്പാച്ചിലല്ലാതെ ഇവിടെ ആഘോഷം പകുതിയായി, അങ്ങനെ വേണം പറയാനായിട്ട്. ഇവിടെ നമ്മൾ വയലാർ റെസിഡൻസ് അസോസിയേഷൻ വൈലോപ്പിള്ളി റെസിഡൻസ് അസോസിയേഷനിൽ ആണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ ഇന്ന് ഉത്രാട ദിനത്തിൽ ഓണാഘോഷ പരിപാടികൾ പകുതി എത്തി നിൽക്കുകയാണ്. വൈകുന്നേരത്തെ കലാപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇവിടെ. അതിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെയുണ്ട്. എന്തൊക്കെയാണ് പരിപാടി? ഇപ്പോൾ നമ്മുടെ ചാക്യാർ കൂത്തുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അസോസിയേഷനിലെ ഉള്ള കുട്ടികളുടെ ഡാൻസ് ഉണ്ട്, മുതിർന്നവരുടെ ഡാൻസ് ഉണ്ട്, പിന്നെ വയൽറായുടെ ഗാനമേള ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു രാത്രി ഒരു ഡിന്നറോടുകൂടി സമാപിക്കുന്നത്. ഇന്ന് പകൽ എന്തൊക്കെയായിരുന്നു പരിപാടി? ഓണക്കളി ഉണ്ടായിരുന്നു, തിരുവാതിര കളി ഉണ്ടായിരുന്നു, പിന്നെ കുട്ടികളുടെ മത്സരങ്ങളുണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഓണപ്പാച്ചിലില്ല, ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാ തവണ ഇതുപോലെ ഉത്രാട ദിനത്തിലാണോ പരിപാടി? അതെ, എല്ലാ തവണ ഉത്രാട ദിനത്തിലാണ് പരിപാടികൾ. പാച്ചിലുകളൊന്നും വേണ്ട, ഇവിടെ വന്ന് എല്ലാ കൊല്ലവും ഇവിടെ വന്നാൽ മതി. എല്ലാ കൊല്ലം ഇവിടെ വന്നാൽ ഉത്രാടത്തിന് സദ്യ ഉണ്ട്. നമ്മൾ വൈകുന്നേരം ഇതുപോലെ ഡിന്നർ കഴിച്ചു പോവാം. നാളെ അപ്പോൾ കുടുംബത്തോടൊപ്പമുള്ള ഓണാഘോഷം? അതെ, നാളെ എല്ലാവരും അവരവരുടെ കുടുംബത്തോടൊപ്പം വരും. ഐശ്വര്യ, ഇതാണ് ഇവിടെ ഓണം പകുതിയായി എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെയുള്ള ഓണപ്പൂക്കളം ഉണ്ടായിരുന്നു, ഓണക്കളികൾ ഉണ്ടായിരുന്നു, വടംവലിയൊക്കെ ഉണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായ കലാപരിപാടികളാണ്, സ്റ്റേജ് പരിപാടികളാണുള്ളത്. അങ്ങനെ ഇവിടെ ആട്ടവും പാട്ടും ഒക്കെ ആയിട്ടുള്ള വിവിധ കലാപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് കൊച്ചിക്കാർ ഒരു മുഴം മുൻപേയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഓണം എങ്ങനെയുണ്ട്? അടുത്ത കൊല്ലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. പരിപാടി ഞങ്ങളുടെ അടിപൊളിയായിരുന്നു, വേറെ എങ്ങും പോയില്ല. എന്താ എങ്ങനെയുണ്ട്? വളരെ ഗംഭീരമായ പരിപാടികളായിരുന്നു. എല്ലാം നല്ല ആസ്വദിക്കാൻ പറ്റിയ രീതിയിലായിരുന്നു വരുന്നത്. വൈകുന്നേരം പരിപാടികളൊക്കെ? വൈകുന്നേരം ധാരാളം പരിപാടികളുണ്ട്. അതാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ കാത്തിരിക്കുകയാണ്, നേരത്തെ വന്ന് കാത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കലാപരിപാടി നിങ്ങൾ പാട്ടും പരിപാടി ഇപ്പൊ ഉണ്ട്, ഗാനമേളയുണ്ട്. അങ്ങനെ എല്ലാം ഞങ്ങളുടെ കലാകാരന്മാരുടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഞങ്ങളുടെ യൂണിറ്റിൽ ഇതിലുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ തവണ ആ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഐശ്വര്യ, നമ്മൾ ഉത്രാടപ്പാച്ചിലല്ലാതെ ഇവിടെ ഓണാഘോഷം തന്നെയാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ തവണയും ഈ സമാനമായ രീതിയിൽ ഉത്രാടത്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ പരിപാടികളൊക്കെ ഇവർ എങ്ങനെയുണ്ട് ഓണം? ഒക്കെ നന്നായി നടക്കുന്നു, നന്നായിരിക്കണം. പരിപാടിയൊക്കെ കാണാൻ നല്ല പരിപാടികളായിരുന്നല്ല. ഓണക്കളികളിലൊക്കെ പങ്കെടുത്തു? ഞാൻ പങ്കെടുത്തില്ല, എന്റെ മോളും പേരക്കുട്ടിയെല്ലാം പങ്കെടുത്തില്ലേ? ഞാൻ ഇവിടുത്തുകാരിയല്ല, ഞാൻ ചേർത്തലേന്ന് വന്നതാണ്. നമ്മൾ കൊച്ചിക്കാർക്കൊരു പ്രശ്നമില്ല. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു ഓണപരിപാടിയൊക്കെ? അടിപൊളിയായിരുന്നു. ഓണത്തിന്റെ പകലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തു? തിരുവാതിരക്ക് ഉണ്ടായിരുന്നു. മോന്റെ പേരെന്താ? ഓണപരിപാടിയിലൊക്കെ പങ്കെടുത്തോ? ഗെയിമിൽ പങ്കെടുത്തോ? ഓക്കെ. അങ്ങനെ ഇവിടെ ഓണപരിപാടികൾ, വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ, കലാപരിപാടികൾ അതൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ കൊച്ചി ഈ ഉത്രാടപ്പാച്ചിലല്ല, ഓണാഘോഷത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ നഗരത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നഗരത്തിൽ ഈ കമ്പോളങ്ങളിലും മാർക്കറ്റുകളിലുമൊക്കെ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകിച്ച് സദ്യവട്ടങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പാച്ചിലിൽ തന്നെയാണ്. എങ്കിലും ഓണം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഒരു മുഴം മുൻപേ ഓണാഘോഷം തകർത്തുകൊണ്ടിരിക്കുകയാണ്.